ഊരിയെടുക്കുക. ഇത് ഊരിയെടുത്ത് മാറ്റി ഇതിന്റെ ഡയറക്ഷൻ അല്ല, ഈ ഡയറക്ഷനിൽ വള്ളി വരണം. ഇത് പറഞ്ഞില്ലേ? അത് പറഞ്ഞു ഡയറക്ഷൻ ചെയ്ത് പറഞ്ഞു. ഇപ്പൊ ഓണാക്കിയോ? ഈ ഡയറക്ഷൻ നോക്കുക, ഈ ഡയറക്ഷനിലായിരിക്കണം വള്ളി ഇങ്ങനെ വരേണ്ടത്. ഈ വള്ളിയുടെ ഡയറക്ഷൻ എന്ത് നോക്കുക. ഇത് പൊളിക്കണ്ടേ? ഇപ്പൊ ഇത് ഇങ്ങനെ എടുത്താൽ ഈ ഡയറക്ഷൻ വേണം. ഇങ്ങനെ വള്ളി ഇങ്ങനെ തന്നെ ഇങ്ങനെ എടുത്തിടാം. ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ വരിക. അതിനുശേഷം സ്പ്രിംഗ് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഈ ലോക്ക് ഇടുക. ലോക്ക് ഈ പിന്നുണ്ട്, ആ പിന്നിന്റെ നേരെ വെത്തിയിട്ട് അകത്തേക്ക് ഇറക്കുക. എന്നിട്ട് തിരിക്കുക, ഇതിലൊരു ഡയറക്ഷനിൽ തിരിക്കുക. അങ്ങനെ ലോക്കായി. ഓക്കെ, ഈ വള്ളിയുടെ ഡയറക്ഷൻ ഉണ്ടോ? ഇതാണ്. അതിനുശേഷം ഇതിന്റെ അകത്തേക്ക് കയറ്റിയിടുക. ഈ ലോക്ക് ബ്രേക്കിലേക്ക് എടുത്ത് തരിക. ഇതാണ് ബ്രേക്ക്, ബ്രേക്കിലേക്ക് എടുത്തിടുക. ഈ വള്ളി പ്ലാസ്റ്റിക് പൊട്ടിച്ചോളാനൊന്നുമില്ല, ഈ വള്ളി വെച്ച് തന്നെ ഇങ്ങനെ പൊട്ടിച്ചാൽ മതി. എന്നിട്ട് അടിയിലേക്ക് ഇടുക. എന്നിട്ട് ഈ സൈഡിലേക്ക് ഇടുക. ഈ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ ബ്രേക്കിന്റെ ഒരു വീലുണ്ട്, ഇതാണ്. ഇതിന്റെ അകത്തേക്കൂടെ എടുക്കുക. അകത്തേക്കൂടെ എടുക്കുക. അതിനുശേഷം ഇതിന്റെ അടിയിലേക്കൂടെ എടുക്കുക. ഈ ഒരു ഹോളിലേക്ക്. ഇവിടെ ഓൾറെഡി എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള ഡ്രോയിങ് ഉണ്ട്, അത് വെച്ച് ചെയ്താലും മതി. ഇതിന്റെ അകത്തേക്കൂടെ എടുക്കുക. ഈ മെഷീനിൽ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ പോവില്ല, സപ്ലൈ കൊടുക്കണം. ഓൺ ചെയ്യുക. അതിനുശേഷം മാനുവൽ ഡിസ്പാച്ച് ഉണ്ട്. മാനുവൽ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വള്ളി ഇതുപോലെ കയറും. വള്ളി എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിടുക. ഹീറ്റ് ആകാനുള്ളൊരു ടൈം കൊടുക്കുക. 2 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ ബോക്സ് വയ്ക്കുക. ഇത് ഇവിടെ ബോക്സ് അടിയിൽ വെച്ച് പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വള്ളി എന്തോരം പുറത്തേക്ക് ഓട്ടോമാറ്റിക് തള്ളി വരുന്നുള്ളത് ഈ ലെങ്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ടെൻഷനാണ്, എന്തോരം ടൈറ്റ് ആവണമെന്നുള്ളത്. പിന്നെ ഇത് കൂളിംഗ് ടൈമാണ്, അത് സീലായിട്ട് കൂൾ ചെയ്യാനുള്ള ടൈമാണ്. ഇത്രേ ഉള്ളൂ.